വിനോദ് കുമാർ, അതാണ് പേര്. ദാ ഇത് കണ്ടോ, അഡ്മിറ്റ് ചെയ്യാൻ വന്ന മൂത്ത ജ്യേഷ്ഠൻ ഒപ്പിട്ട് തന്നിട്ട് പോയ ബ്ലാങ്ക് ചെക്കുകളാ. 6 സഹോദരന്മാരിൽ ഇളയവനായവൻ. എല്ലാരും വലിയ ബിസിനസ്സുകാരാ. നാച്ചുറലി ഒരു ഭ്രാന്തനെ ശ്രദ്ധിക്കാൻ അവർക്ക് സമയമുണ്ടാവില്ല. അച്ഛൻ താലോലിച്ചു വഷളാക്കി എന്ന അവരുടെ അഭിപ്രായം. എന്താ അദ്ദേഹത്തിന്റെ പേര്? റിട്ടയർഡ് ജഡ്ജ് മേലേപ്പാട്ട് ഗോവിന്ദമേനോൻ. നിന്റെ അമ്മയും അമ്മുമ്മയും ഒക്കെ ഇവിടുത്തെ ബാല്യക്കാരായിരുന്നു. പഠിക്കാനുള്ള നിന്റെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയാണ് നിനക്ക് ഞാൻ ഫീസ് തന്നിരുന്നത്. എന്റെ മക്കളിൽ ഒരാൾ പഠിച്ച് ഡോക്ടറായി കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊന്നും പഠിത്തത്തിലല്ല താല്പര്യം. നീ ജയിക്കും എന്നെനിക്കറിയാമായിരുന്നു, പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഉണ്ണികൃഷ്ണൻ 1ാം റാങ്ക്. ഐ എം പ്രൗഡ് ഓഫ് യു മൈ ബോയ്. വിനു, അത് ഉണ്ണിയേട്ടന് കൊടുക്ക. എന്തിനാ? ഉണ്ണിയേട്ടൻ പഠിച്ചു വലിയ ഡോക്ടർ ആവുമ്പോ മോൻ വന്ന ഭേദമാക്കണ്ടേ? കൊടുക്കുമോനെ. ഇത് 50,000 രൂപയുണ്ട്. നീ മെഡിസിന് ചേരണം. മനുഷ്യന്റെ കാര്യമല്ലേ. ഒരുപക്ഷെ എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാലും നിന്റെ പഠിത്തം മുടങ്ങരുത്. ഉണ്ണി, എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. സാർ, നോ. വിനോദ്, ലുക്ക് ഹിയർ. ഇങ്ങോട്ട് മാറി നിൽക്ക്. തന്നെ ഞാൻ വിളിപ്പിച്ചത് ഒരു കാര്യം പറയാനാണ്. തന്നെ കണ്ടപ്പോ തന്നെ എനിക്കൊരല്പം രസക്കേട് തോന്നിയിട്ടുണ്ട്. കോപ്പറേറ്റ് ചെയ്യാത്ത രോഗികളോട് ഞാൻ ക്രൂരമായി പെരുമാറിയെന്ന് വരും. അതിനിട വരുത്തരുത്. യു മേ ഗോ. അതെനിക്ക് തരുമോ? വിനു, വിനുവിന് എന്നെ മനസ്സിലായോ? ഉണ്ണിയേട്ടൻ അച്ഛൻ വിളിച്ചോ? ഹരിക്കുട്ടന്റെ എഴുത്ത് വന്നിട്ടുണ്ട്. ഒന്ന് നിനക്കുണ്ട്. ഇംഗ്ലണ്ടിലെ ഒറ്റയ്ക്കുള്ള ജീവിതം അവിടുത്തെ തണുപ്പ് പോലെ തന്നെ തണുപ്പനാണ് പോലും. നിനക്കുള്ള വിശേഷം എന്താ നോക്ക്. തനിക്കൊരു എഴുത്തെഴുതുമ്പോ എങ്ങനെ സംബോധന ചെയ്യണമെന്നുള്ളത് കുട്ടിക്കാലം മുതൽക്കേ എന്റെ ഒരു പ്രശ്നമാണ്. എടോ ഓടോ എന്നൊക്കെ വിളിച്ച് വഴക്കിട്ടാണല്ലോ നമ്മൾ വളർന്നത്. ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോഴേ തന്റെ കയ്യിലൊരു വിവാഹമോതിരം ഇടാൻ അമ്മാവൻ പറഞ്ഞു. അല്ല, ഞാനിവിടെ വല്ല മദാമ്മമാരെയും കെട്ടിക്കളഞ്ഞാലോ എന്ന് അമ്മാവന് പേടിയുണ്ടാവും. സത്യം പറഞ്ഞ മോതിരം തന്റെ കയ്യിലിട്ടപ്പോ എനിക്ക് വന്ന ചിരി, എന്റെ അമ്മോ, ഞാൻ അടക്കാൻ പെട്ട പാട്. സോ സ്റ്റുപ്പിഡ് ഇറ്റ് വാസ്. പക്ഷെ ഇവിടെ ഈ കിറുക്കന്മാരെ കഥകൾ പഠിച്ച് തല പെരുക്കുമ്പോ താനിട്ട എന്റെ കയ്യിലെ മോതിരത്തേര് ഞാനൊന്ന് നോക്കും, തന്നെ ഓർക്കും. Then I feel different about you. ഒരു പുതിയ വട്ട് എന്ന് തനിക്ക് വേണമെങ്കിൽ പറയാം. അത് മാറണമെങ്കിലേ തന്നെ എനിക്കൊന്ന് കാണണം. ഞാൻ വേഗം വരാം. ഹോപ്പ് യു ആർ ഫൈൻ എന്ന് തന്റെ ചൊക്കൻ ഹരി.
ചൊക്കന് മുഴു വട്ട. ഹരി വരുന്നു അല്ലേ? അതെ. നവംബറിലാണ് ഹോസ്പിറ്റലിന്റെ ആനിവേഴ്സറി. നിങ്ങളുടെ വിവാഹവും കൂടി കമ്പൈൻ ചെയ്താൽ എന്താണെന്നാ ഞാൻ ആലോചിക്കുന്നത്. വിവാഹത്തിന്റെ കാര്യം തീരുമാനിക്കാൻ വരട്ടെ അച്ഛാ. എനിക്കും കൂടി ഇംഗ്ലണ്ടിൽ പോയി റിസർച്ച് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, അന്ന് നീ സമ്മതിച്ചില്ല. ഇനി ഇപ്പൊ ഈ വർഷം തന്നെ തുടങ്ങണമെങ്കിൽ അധികം വൈകും മുമ്പ് സ്പോൺസർഷിപ്പിന് അപ്ലൈ ചെയ്യണം. ആ സാരമില്ല, ഞാൻ ചെയ്തോളാം. $32, $34, $36, $37, $38, $40. തട്ടിക്കളിക്കാനല്ല മരുന്ന് തരുന്നത്. പറഞ്ഞത് കേട്ടില്ലേ? നമ്മൾ ആരാ ആരാ ആരാ? ഡോക്ടർ. ഡോക്ടർ. എന്താ പേര്? സാവിത്രി. നൈസ് നെയിം. സ്വലോ ഇറ്റ്. കഴിക്കാൻ. One, two, three, four, five, six, seven, eight. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4. ഒരുമാതിരി പ്രാന്തന്മാരുടെ സ്വഭാവം കാണിക്കണം. എക്സസൈസ് എക്സസൈസ്. ആന്റണി, സ്റ്റോപ്പ് ഇറ്റ്. അവരെ തല്ലിയിട്ട് കാര്യമില്ല. കുഴപ്പം മുഴുവനും ഉണ്ടാക്കിയിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. കം ഹിയർ. യു 36, കം ഹിയർ. എക്സസൈസ് ചെയ്യാൻ മടിയാണല്ലേ? വേണ്ട, ചെയ്യണ്ട. കം വിത്ത് മീ. മുത്തു, ഇങ്ങ വാ. നീ പോ. എക്സസൈസ് ചെയ്യാനല്ലേ മടിയുള്ളൂ? ക്ലീൻ ദ റൂം. എന്താ ഇത്? വൃത്തിയാക്കാൻ പറഞ്ഞു.
വൃത്തിയാക്കാൻ പറഞ്ഞു. ആരെ വൃത്തിയാക്കാൻ പറഞ്ഞോ അതോ വൃത്തികേടാക്കാൻ പറഞ്ഞോ? അത് ഞാൻ വൃത്തിയാക്കിയപ്പോ ഈ തടി കൊണ്ട് ഇങ്ങനെ ഈ ആ ഗ്ലാസ്സിൽ തട്ടി, പിന്നെ ആ ഗ്ലാസ്സിൽ തട്ടി, ഈ കസേര തട്ടി ഇങ്ങനെ കറങ്ങി. Bastard! ഈച്ച. Bring him to the shock room. ഈച്ച. കൈയിടറ. പിന്നെ